പാഠം 764. ഒരു ഭയങ്കര കുറ്റാന്വേഷണ കഥ. ലോകത്തെ ത്രസിപ്പിച്ച കഥാനായകന്റെ പിറന്നാൾ ഇന്ന്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വായനക്കാരെ ആകർഷിച്ച കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. കഥാപാത്രം എഴുത്തുകാരനേക്കാൾ പ്രശസ്തമാകുന്ന അപൂർവമായ സാഹചര്യത്തിനാണ് ഷെർലക് ഹോംസ് കഥകൾ അവസരമൊരുക്കിയത്. കുറ്റവാളികളെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന പ്രതിഭാശാലിയായ കുറ്റാന്വേഷകനായിരുന്നു ഹോംസ്. ചായ. ഇതെന്താണ് രാവിലെ കുറ്റാന്വേഷണത്തിന്റെ കാര്യമൊക്കെ പറയണേ? നീ ഇത് വായിച്ചു ഭാമേ? ഇന്ന് ഷെർലക് ഹോംസിന്റെ പിറന്നാളാണ്. ഷെർലക് ഹോംസിന്റെ പിറന്നാളോ? ഹോംസ് ഒരു കഥാപാത്രമല്ലേ? അതെ, പക്ഷേ കഥാപാത്രത്തിന് ജന്മദിനം പാടില്ലെന്നുണ്ടോ? ഭാമേ, ലോക ചരിത്രത്തിൽ ഇത്രയേറെ പേർ വായിച്ച വേറെ കഥകൾ ഉണ്ടാവില്ല. എഴുത്തുകാരനേക്കാൾ പ്രശസ്തനായി പോയ കഥാപാത്രം. ഹോംസ് കഥകൾ എഴുതിയ സർ ആർതർ കോനൻ ഡോയലിനെ ആർക്കും അറിയില്ല. പക്ഷേ ഹോംസിന്റെ കാര്യമോ? ഷെർലക് ഹോംസ് എന്ന പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ പോലെ തോക്ക് ചൂണ്ടിയും ആളുകളെ ഇടിച്ചും കൊന്നൊന്നുമല്ല ഹോംസ് കേസ് കളിച്ചത്. ബുദ്ധി ഉപയോഗിച്ചാണ്. ഹോംസിന്റെ അപാരമായ ബുദ്ധി ഉപയോഗിച്ച് എത്രയേറെ കൊലപാതകങ്ങളും മോഷണങ്ങളും തട്ടിപ്പുകളുമാണ് തെളിയിച്ചത്. മോഹനേട്ട, അതൊരു കഥയല്ലേ? മോഹനേട്ടനെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരുന്ന ഏതൊരു പോലീസുകാരനാണ് ഈ ഹോംസ് എന്ന് തോന്നും. കഥ എഴുതിയ കോനൻ ഡോയിലിന്റെ പിറന്നാൾ ആഘോഷിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാറ്. ഇതൊരു കഥാപാത്രത്തിന്റെ പിറന്നാള്. നല്ല മുഴുത്ത പ്രാന്തന്നെ. മോഹനേട്ടനായിരുന്നു ഹോംസ് ആവേണ്ടിരുന്നത്. മതിയാ? ഇത്രയും ബുദ്ധിമാനായിട്ടും ഒരു സാധാ വില്ലേജ് ഓഫീസറായി മോഹനേട്ടൻ ഇങ്ങനെ ജീവിതം പാഴാക്കി കളയുന്ന മോഹനേട്ട കഷ്ടം. മോഹനേട്ടൻ ഒരു ഭയങ്കര കുറ്റാന്വേഷകനെ കണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെടാത്തായിട്ട് ഒറ്റ കേസ് പോലും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഡിറ്റക്റ്റീവ് കെ മോഹനകൃഷ്ണൻ. കേൾക്കാനൊക്കെ സ്റ്റൈലുണ്ട്. ണല്ലോ. ഇതെന്താണോ രാവിലെ? ഏതെങ്കിലും പോക്കറ്റുകാരന്റെയോ മുച്ചീട്ടുകളിക്കാരന്റെയോ കേസുമായിട്ട് ഒന്നാവും. ഞാൻ ബുദ്ധിയില്ലാത്തൊരു പാവം വക്കീല. പോക്കറ്റടിക്കാരുടെയും മുച്ചിട്ടുകളിക്കാരുടെ ഒക്കെ കേസൊക്കെ വാദിച്ച് ഞാൻ ഇങ്ങനെയും കഴിഞ്ഞു വെക്കോളാം. വലിയ വലിയ കേസൊക്കെ വാദിക്കാൻ എനിക്ക് ഷെർലക് ഹോംസിന്റെ അത്ര ബുദ്ധിയൊന്നുമില്ലല്ലോ. നമസ്കാരം വക്കീലെ. ഞാനൊരു ഭയങ്കരമായി കുഴഞ്ഞു മറിഞ്ഞൊരു കേസുമായിട്ടാണ് വക്കീലിനെ കാണാൻ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ കേട്ടിട്ട് ഈ പ്രശ്നത്തിന് നല്ല പരിഹാരം വക്കീൽ പറഞ്ഞു തരണം. ഉത്തമൻ, ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. അത് നമസ്കാരമുണ്ട് സാറേ. PWDയിലെ ബലരാമ സാറിന്റെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത്തരക്കാരുടെ കാര്യങ്ങളായിരിക്കുമല്ലോ ഉത്തമൻ ഇവളോട് പറയാനുണ്ടാവുക. ഈ നാട്ടിലെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരനാണ് ബലരാമൻ. മോഹനേട്ടാ, ഉത്തമൻ വന്നത് എന്നെ കാണാനാണ്. ഞാനും ഉത്തമനും കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറുന്നത് മര്യാദ കേട് തന്നെയാണ്. എന്തോ ഉത്തമ കാര്യം പറ. ഇന്നലെ രാവിലെ ടൗണിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. മുനിസിപ്പൽ ഓഫീസിന്റെ കുറച്ച് അപ്പുറത്തൊരു ജുവലറി ഉണ്ടല്ലോ, ഐശ്വര്യ ജുവലറി. ബലരാമ സാർ ആ ജുവലറിയിൽ കയറി സാറിന്റെ ഭാര്യയ്ക്ക് ഒരു പുതിയ ജോഡി കമ്മല് വാങ്ങി. ഇന്നലെ സാറിന്റെ ഭാര്യയുടെ പിറന്നാളായിരുന്നു. അത് പ്രമാണിച്ച് സാർ വാങ്ങിയതാണ്. കമ്മല് വാങ്ങി കാറിലിരുന്ന ഇതുപോലത്തെ ഒരു ബാഗിൽ വെച്ചിട്ട് സാറ് മുനിസിപ്പൽ ഓഫീസിൽ വേറെ ആരെ കാണാൻ പോയി. ക്ഷമിക്കൊക്കെ ഒരു പരിധിയില്ലേ വക്കീലെ? ബലരാമ സാറിന്റെ അടുത്ത് ഞാൻ എന്തോന്ന് പറയണം? ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ ഉത്തമ. എന്നിട്ട് ബലരാം സാറിനെ ഞാൻ നേരിട്ട് വിളിച്ചോളാം. ഓഹോ, ശരി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി. മോഹനകൃഷ്ണൻ ഹോംസിനെ അങ്ങനെ ഇങ്ങോട്ടാ പറ്റില്ലല്ലോ. മിസ്റ്റർ മോഹനകൃഷ്ണൻ ഹോംസ്, ഇത് നേരത്തെയാണല്ലോ. ഇതെന്ത് പറ്റി? എന്റെ മോന്തെ കൊണ്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ലത് വില്ലേജ് ഓഫീസിൽ പോയി വെറുതെ ഇരിക്കുന്നത്. അവിടെ ഉള്ളവർ നിന്നെ പോലെ അല്ല. എന്നോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരാ. അയ്യടാ, മേലുദ്യോഗസ്ഥനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചില്ലെങ്കിൽ പ്രയാസമാകുമല്ലോ എന്ന് ഓർത്ത് മാത്രമായിരിക്കും അവർ ഈ സ്നേഹവും ബഹുമാനവും കാണിക്കുന്നത്. മോഹനേട്ടൻ ഇല്ലാത്തപ്പോ അവരെന്തൊക്കെയാ പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അവരെന്നെ പറ്റി മോശമായിട്ടൊന്നും പറയില്ല. ഇത് മോഹനേട്ടന്റെ സ്വപ്നമല്ലേ? മോഹനേട്ടാ, മുഖത്ത് നോക്കി ചിരിക്കുന്നവര് നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോ കാണിക്കുന്നതും പറയുന്നതും എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മോഹനേട്ടൻ ഇല്ലാത്തപ്പോ അവരെന്താണ് പറയുന്നത് അറിയാനേ ഒന്ന് ഒളിച്ചെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓഫീസർ ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ അവർ ഓഫീസറെ പറ്റി പറയുന്നത്.
അതൊക്കെ നിന്നെ പോലുള്ള വക്കീലന്മാർ ചെയ്യുന്നതാ. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെയല്ല. ഞാൻ ഇതുവരെ തഹസീൽദാരെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ? മോഹനേട്ടൻ മറ്റുള്ള ആളുകളെ പോലെ അല്ലല്ലോ. ആധുനിക ഷെർലക് ഹോംസ് അല്ലേ? രാവിലെ ഷർട്ടുമുണ്ടൊക്കെ എടുത്തിട്ട് ഹോംസ് എങ്ങോട്ടാണ്? കേസ് അന്വേഷിക്കാനോ അതോ കാര്യം തീർത്ത് രസീത് കൊടുക്കാനോ? സമയം ഒട്ടും വൈകിട്ടില്ല. ഈ വില്ലേജ് ഓഫീസിലെ പണി കളഞ്ഞ ഒരു കേസ് അന്വേഷകനാകാൻ ഇനി സമയമുണ്ട്. ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ? എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമല്ലേ, ഞാൻ എഴുതി വെച്ചാണെന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കായിരുന്നു. അത് തന്നെ ഇപ്പോഴത്തെ സ്റ്റൈല്. എന്തായാലും അത് വിട്ട് കളഞ്ഞത് കഷ്ടായിപ്പോയി പ്രഭേ. പച്ചക്കല്ലിൽ എസ് എന്നെഴുതിയ മോതിരം, അത് ബലരാമൻ സാറിന്റെ ബാഗിൽ നിന്ന് പോയതല്ലേ? ഉത്തമനല്ലേ മോഹനേഷൻ സാറാ? ബലരാമൻ സാറിന്റെ കാറിൽ നിന്നും പൈസയും സ്വർണവും മോഷ്ടിച്ചത് ആരാണെന്ന് കെ മോഹനേഷൻ സാറിന് അറിയാം. ടൗണിൽ മുനിസിപ്പൽ ഓഫീസിനടുത്ത് വാച്ച് കട നടത്തുന്ന സുരേന്ദ്രനില്ലേ, അയാളാണ് ഈ മോഷണത്തിന് പിന്നിൽ. എനിക്ക് എങ്ങനെ അറിയാമെന്ന് ഉത്തരവനിഷ്ഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബലരാമൻ സാറിനെ അറിയിച്ചാൽ നല്ലത്.